തികച്ചും വ്യത്യസ്തമായ പരിപാടികളിലൂടെയാണ് മേയറായതിനു ശേഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 10-25 വർഷം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തണമെങ്കിലും ഞാൻ ഇതുവരെയും കാണാത്ത മനസ്സിലാക്കാത്ത ഒരുപാട് മേഖലകളുണ്ടെന്ന് കഴിഞ്ഞ 6 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഗോപാലകൃഷ്ണൻ സാറ് എൻ്റെ ഏറ്റവും മനസ്സിൽ ആരാധിക്കുന്ന ഒരു ഗുരുനാഥനാണ്. സാറ് ഇത്തരത്തിലുള്ള ഒരുപാട് മേഖലകളിൽ പങ്കാളിയാണ് എന്നെനിക്ക് സാറിൻ്റെ വീട്ടിൽ ക്ലാസ്സിന് പോകുമ്പോൾ തന്നെ അറിയാമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചത് സാറിൽ നിന്നാണ്. അപ്പോൾ സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് എന്നോട് പറഞ്ഞത്. ഒരുപാട് അനുഭവങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സ്കൂളിൽ പഠിച്ചപ്പോൾ കോളേജിൽ പഠിച്ചപ്പോഴേക്കും LLBക്ക് അറിയാം, ലോ അക്കാഡമിയിലൊക്കെ പഠിക്കുമ്പോഴേക്കും ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. അതുപോലെ പൊതുപ്രവർത്തനത്തിനിടയ്ക്ക് സംഭവിച്ചു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1995 ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ABPയിലൂടെ സജീവമാവുന്നത്. അന്ന് അടി കിട്ടിയാലും നമ്മളാണ് പ്രതി, അടി കൊടുത്താലും നമ്മളാണ് പ്രതി എന്നുള്ള സാഹചര്യമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ. അതിനുശേഷം അന്ന് കടന്നുപോയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ ചിരിക്കുവാനുള്ള ഒരുപാട് വകയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്ന് പറയാനുള്ളൊരു ഇനിയൊരു ഏറ്റവും 4-5 പരിപാടി കൂടെ ഉള്ളതുകൊണ്ട് പലതൊന്നും ഇപ്പോൾ ഒരു വിവാഹ റിസപ്ഷൻ ഉണ്ട് ഗോൾഫിൽ, അത് കഴിഞ്ഞ് പൗടിക്കോണം ഞാണ്ടൂർക്കോണത്ത് 2 കൗൺസിലർമാരുടെ ഓഫീസ് ഉദ്ഘാടനം, അത് വിഴിഞ്ഞ തെട്ടേകാലിന് ഒരു പള്ളിയിൽ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്, അവിടുത്തെ കൗൺസിലറിൻ്റെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ന്യൂസ് 18 ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു കുട്ടി ഓഫീസിൽ വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ അത് ഓർത്ത് പറയാനുള്ളൊരു മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ടാണ്. പിന്നീട് ചില അവസരങ്ങളിൽ വന്നോളാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം തെരുവുനായ ശല്യം, വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ പോയപ്പോൾ എനിക്ക് എങ്ങോട്ടാണ് ആ പ്രസംഗം പോയതെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അതൊക്കെ തന്നെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുൻപ് ആവേശത്തോടെ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുക എന്നുള്ള വലിയൊരു ചുമതലയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഇപ്പോൾ ഗോകുലൊക്കെ ഉണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ, ഞാൻ അവരോടൊക്കെ പലരോടും പറഞ്ഞ് സമരവും ഭരണവും രണ്ടും രണ്ടാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നും സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ട് 1 മണിക്കൂർ ഇരുന്നപ്പോഴേക്കും അങ്ങ് പറഞ്ഞതുപോലുള്ള തെരുവുനായയുടെ പ്രശ്നവും വേസ്റ്റ് മാനേജ്മെൻറ്റും എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരും 11-ാം തീയതി ഏത് തരത്തിലുള്ള പ്രപ്പോസലാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വയ്ക്കേണ്ടതെന്ന് 1 മണിക്കൂർ ഇന്ന് രാവിലെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് ചർച്ച ചെയ്തിട്ട് എക്സ്പെർട്ടുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒപ്പീനിയൻ എടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും നമുക്കത് പരിഹരിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. കാരണം ഇപ്പോൾ നായ്ക്കളെ ഷെൽട്ടറിൽ അടയ്ക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഷെൽട്ടർ സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു 250-500 നായ്ക്കളെ ഭക്ഷണമൊക്കെ കൊടുത്തൊരു കൂട്ടിനകത്ത് അടയ്ക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ ഇങ്ങനെ ബഹളം കാണിക്കുമ്പോഴേക്കും ആ പ്രദേശത്ത് ആർക്കും ഉറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് പ്രൂഫായിട്ടുള്ള ഒരു സംവിധാനം ചെന്നൈയിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ കഴിയുമെങ്കിൽ അവിടെ പോയിട്ട് ഇതൊന്ന് കാണാനുള്ള ഒരു പരിശ്രമമാണ്. കാരണം സൗണ്ട് പ്രൂഫ് അല്ലെന്നുണ്ടെങ്കിൽ ഷെൽട്ടറിൽ അടച്ചാൽ ഇതിൻ്റെ ബഹളം കാരണം ആൾക്കാർ അനുവദിക്കില്ല അത്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തെ അവസ്ഥ വെച്ചുകൊണ്ട് എങ്ങനെ പരിഹരിക്കാം? ഞങ്ങൾ അധികാരത്തിൽ വന്നതിൻ്റെ ആ ദിവസം മുതൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും വിശകലനങ്ങളുമാണ്. നമുക്ക് പരിഹരിക്കാം, നല്ല കോൺഫിഡൻസ് ഉണ്ട്. മറ്റൊന്ന് പാർക്കുകളെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് രാവിലെ പുത്തരിക്കണ്ടത്തുനിന്ന് അവിടെ പുലരി കൂട്ടായ്മയുണ്ട്. ഈ പുലരി കൂട്ടായ്മയുടെ ആൾക്കാർ വിളിച്ചതനുസരിച്ച് ഇന്ന് രാവിലെ 6:30 ഞാൻ പുത്തരിക്കണ്ടത്ത് പോയിരുന്നു. അവരോടൊപ്പം 1 മണിക്കൂർ നടന്നിട്ട് നടക്കുന്നവർ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ നോക്കിക്കണ്ടു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരിക്കൽ കൂടി നോക്കിക്കണ്ടു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉദ്യോഗസ്ഥരുടെയും ആ പ്രദേശത്തുള്ള കൗൺസിലർമാരുടെയും യോഗം മേയറുടെ ചേംബറിൽ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ആലോചിക്കുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് പുത്തരിക്കണ്ടം പാർക്കിൻ്റെ പരിപാലനം ഏൽപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആൻസറബിൾ ആയിരിക്കും. ഇതിപ്പോൾ ഓരോ സെക്ഷനാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഒരാളുടെ ചോദിക്കണം, വെള്ളം ഒഴിക്കാത്ത വേറൊരാളുടെ ചോദിക്കണം, അവിടെ എലി വരെയാണെങ്കിൽ അത് വേറൊരാളുടെ ചോദിക്കണം. അപ്പോൾ ആർക്കും ഒരു കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി. എലിയെ മാറ്റുമ്പോൾ ചെടി പട്ടുപോകും, ചെടി പട്ടുപോകുമ്പോഴേക്കും കരിയില വീഴും. അപ്പോൾ ഇതൊക്കെ കൂടെ ഒരു ഉദ്യോഗസ്ഥനെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കണം എന്നുള്ളൊരു ആലോചനയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിറ്റിയിലെ പാർക്കുകളിലേക്കൊക്കെ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തികം എവിടെ നിന്ന് കണ്ടെത്തും? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മുമ്പ് ആൻസർ ചെയ്യാം. തീർച്ചയായിട്ടും വളരെ വാല്യുബിളായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വമാണ് ഭരണം നയിക്കേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആ മേഖലയിൽ എക്സ്പെർട്ടായിരിക്കാം. രാഷ്ട്രീയ മേഖല, ഒരു ഇലക്ഷൻ എങ്ങനെ ജയിക്കണം എന്നും തോറ്റാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പെർട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് കാലം പല മേഖലയിലും പ്രവർത്തിച്ച് വിജയിച്ചവർ, അവരുടെയൊക്കെ തന്നെ അനുഭവ സമ്പത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താം, ഗോവലേഷ് സാറിൻ്റെ ഉപദേശം നമുക്ക് തേടാം.
അദ്ദേഹത്തിൻ്റെ സമയം കുറച്ച് നമുക്ക് ആഗ്രഹിക്കാം. ഇതുപോലെ ഇരിക്കുന്ന ഇവിടെ പല എഞ്ചിനീയർമാരുണ്ടെങ്കിൽ നമ്മൾ നഗരം എങ്ങനെയാണ് കൂടുതൽ മോടി പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നഗരത്തിലെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, ഇവിടെ എഞ്ചിനീയർമാരുടെ വോളണ്ടറി ആയിട്ട് അവരുടെ സർവീസ് നമുക്ക് തേടാം. അപ്പോൾ അത്തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അവരവരുടെ പ്രവർത്തനം ഏതു തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രോഫി കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ അപ്പോൾ പറഞ്ഞത്, ഒരു വർഷത്തിൽ നമുക്കൊരു 10 ദിവസം ഒരു കായികമേള കോർപ്പറേഷൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. കോർപ്പറേഷനിൽ താമസിക്കുന്ന എല്ലാവർക്കും ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്നത് നമുക്ക് ആലോചിക്കാം. പക്ഷേ അപ്പോൾ ഏതൊക്കെ ഇനമാണ് ഉൾപ്പെടുത്തേണ്ടത്, എത്ര ദിവസം നീണ്ടു നിൽക്കണം, ഏത് ഏജ് ഗ്രൂപ്പുള്ളവരാണെന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചലനാത്മകമാകുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ച് അവരുടെ എല്ലാ പാർട്ടിസിപ്പേഷനോടുകൂടിയുള്ള ഒരു ഭരണമാണ് 5 വർഷം ഞങ്ങൾ മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ നേരിട്ട് പരിഹരിക്കേണ്ട അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ട് ഭരണപരമായ കാര്യങ്ങളിലൂടെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇടപെടലാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പരമാവധി ഒരു 17-18 മണിക്കൂർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ സന്ദേശമാണ് എല്ലാ കൗൺസിലർമാരും കൊടുക്കുന്നത്. മറ്റൊന്ന്, ആശയപരമായി വിയോജിപ്പുള്ളവരോട് ആശയപരമായി മാത്രമായിരിക്കും വിയോജിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങളിലും വികസനത്തിൻ്റെ കാര്യങ്ങളിലും 101 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്ക ആവണമെങ്കിൽ 101 വാർഡിൽ നിന്ന് മാലിന്യം മാറണം. അല്ലാതെ എൻ്റെ പാർട്ടിയിലെ കൗൺസിലർമാർ ജയിച്ച വാർഡിൽ മാത്രം മാറ്റി കഴിഞ്ഞാൽ അടുത്ത 50 അവിടെ കിടക്കും. തെരുവ് നായ്ക്കൾ 50 മാത്രം പിടിച്ചാൽ മറ്റുള്ള 50 തെരുവ് നായ്ക്കൾ അവിടെ കിടക്കും. അപ്പോൾ തിരുവനന്തപുരം ക്ലീൻ ആവണമെങ്കിൽ 101 വാർഡും ക്ലീൻ ആവണം. അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം പ്രതിപക്ഷ കൗൺസിലറായിട്ട് കഴിഞ്ഞ 5 വർഷം ഇരുന്നിട്ട് ചില കാര്യങ്ങളിൽ ഒരുപാട് വേദന അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളിന് അതുണ്ടാകരുത്. എല്ലാവരും ജയിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ, അപ്പോൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൊണ്ട് തീർച്ചയായിട്ടും ഇരിക്കുന്ന എല്ലാവരിൽ നിന്നും ഉപദേശവും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇതൊരു വ്യത്യസ്തമായ ഒരു മാതൃകയായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. ആരോഗ്യത്തോടെ ഒരു അനുഭവ സമ്പത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ളൊരു കൂട്ടായ്മയാണ്. കോർപ്പറേഷന് ഇതിൽ എന്ത് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേയർ എന്നുള്ള നിലയ്ക്ക് ബ്ലാങ്ക് ചെക്ക് തരാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്നാണ് പറയുവാനുള്ളത്. ഈ പുഞ്ചിരി കൂട്ടായ്മ നമുക്ക് എങ്ങനെ കോർപ്പറേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതൊരു മെസ്സേജായിട്ട് സ്വാഭാവികമായിട്ട് ഒരു ഒഫീഷ്യൽ ബോഡി കൂടി വരുമ്പോഴേക്കും കൂടുതൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലായാലും രാജ്യത്തായാലും ഒക്കെ തന്നെ ഇത്തരത്തിലൊരു മൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള പ്രചരണം ഉണ്ടാകും. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സഹായിക്കാൻ സാധിക്കും. അതെന്ത് ചെയ്യാമെന്ന് റിസർച്ച് നടത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൗൺസിൽ വെച്ച് പെർമിഷൻ വാങ്ങേണ്ടതാണോ നമുക്ക് കാര്യങ്ങൾ ശ്രമിക്കാം. അല്ലാതെ മേയർക്ക് തന്നെ പെർമിഷൻ തരാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, സാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഒരുപാട് ഞാൻ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. ക്രിമിനോളജിയെക്കുറിച്ചും ഇൻവെസ്റ്റിഗേഷനെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം പറയുന്ന ചർച്ചകൾ കേട്ടിട്ടാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ ഗുരുസ്ഥാനത്ത് എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവരുടെയും അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.